മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകളുമായി UDF. കള്ളാടിമുക്കിലെ അങ്കണവാടി കെട്ടിടത്തിന്റെ മേൽവിലാസത്തിൽ 3 വോട്ടുകൾ ചേർത്തു. മുഹമ്മദ് ഐമൻ, നസീർ, റഹീമ എന്നിവരെയാണ് അനധികൃതമായി ചേർത്തത്. 18 വയസ്സ് തികയാത്ത ആളുകളെ തിരിച്ചറിയൽ രേഖയിൽ കൃത്രിമം കാട്ടി CPM വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നാണ് ആരോപണം. പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും UDF സമീപിക്കും. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, പരാതി ഉന്നയിക്കുന്നു. UDF ഇന്നലെയും പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഈ വിഷയത്തിൽ CPMന്റെ പ്രതികരണം എന്താണ് അഷ്കർ? സ്മൃതി, CPMവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മലപ്പുറം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ സ്വാധീനമുള്ള ആളുകളാണ്, അതിൻ്റെ നേതാക്കളായി പ്രവർത്തിച്ചവരായിരുന്നു എന്നാണ് UDF ആരോപിക്കുന്നത്. അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം UDF ഉന്നയിക്കുകയും ചെയ്യുന്നത്. ചില വ്യക്തി 3, 4 ഉൾപ്പെടെ 3 വാർഡുകൾ LDF ജയിച്ചിട്ടുള്ള 3 വാർഡുകളുണ്ട്. ഈ 3 വാർഡുകൾ ചേർത്ത വോട്ടുകൾക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം UDF ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ ഒരു പ്രധാന ആരോപണമായി അതിൻ്റെ തെളിവുകളടക്കം ഇപ്പോൾ UDF പുറത്തുവിടുന്നത് കള്ളാടിമുക്ക് അങ്കനവാടിയിലെ കെട്ടിടത്തിൻ്റെ പേരിൽ 3 ആ കെട്ടിട നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 3 വോട്ടർ ആളുകളെ ചേർത്തു എന്നുള്ളതാണ്. മുഹമ്മദ് ഐമൻ, നസീർ, റഹീമ എന്നിവരെ 3 ആളുകളെ ഇത്തരത്തിൽ അങ്കനവാടിയുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, വാടക കെട്ടിടത്തിലാണ് ഈ അങ്കനവാടി പ്രവർത്തിക്കുന്നത്, ആ കെട്ടിടത്തിൻ്റെ നമ്പർ ഉപയോഗിച്ച്, അതും അവരുടെ രക്ഷിതാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരുടെ പേര് വ്യത്യസ്ത പേരുകളാണ്, അങ്ങനെ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ട 3 ആളുകളുടെ വോട്ട് ഈ അങ്കൻവാടിയുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട്ടു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ചേർത്തു എന്നുള്ളതാണ് അതിൻ്റെ തെളിവടക്കം ഉന്നയിച്ചുകൊണ്ട് നഗരസഭ അധ്യക്ഷ അടക്കം ഉയർത്തുന്ന ആരോപണം. അതിന് തെളിവായിക്കൊണ്ട് തന്നെ ഇത് അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള നഗരസഭാ ഉദ്യോഗസ്ഥരുടെ രേഖകൾ സഹിതമാണ് ഇപ്പോൾ UDF പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയെ കൂടി സമീപിക്കാനാണ് UDFന്റെ നിലവിലെ നീക്കം. സ്മൃതി. ശരി, അഷ്കർ അലിയാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.